കേരള വനനിയമ ഭേദഗതി കേരള കോൺഗ്രസ് എംഎൽഎമാർ എതിർക്കണമെന്ന് കേരള കോൺഗ്രസ് എം. കേരളത്തിൽ വനാതിർത്തി പങ്കിടുന്ന 430 പഞ്ചായത്തുകളിലെ 1,30,00,000 കർഷകരെ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്നും കുടിയിറക്കാനുള്ള ഒരു വിഭാഗം ഉന്നത IFS ഉദ്യോഗസ്ഥരുടെ ഗൂഢോദ്ദേശ പദ്ധതിയാണ് വനനിയമ ഭേദഗതി കരട് വിജ്ഞാപനമെന്നും കർഷക ജനതയുടെ വികാരം മാനിക്കാതെ നിയമസഭയിൽ നിയമ ഭേദഗതിക്ക് വന്നാൽ കേരള കോൺഗ്രസ് എം എംഎൽഎമാർ ഭേദഗതിയെ എതിർക്കണമെന്ന് കേരള കോൺഗ്രസ് എം ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പശ്ചിമഘട്ടത്തിലെ വനാതിർത്തികളിൽ താമസിക്കുന്നവരെ മാത്രമല്ല, കേരളത്തിൽ എവിടെയും സംസ്ഥാന പോലീസിനെ നോക്കുകുത്തിയാക്കി ആരെ വേണമെങ്കിലും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും കോടതിയെ അറിയിക്കാതെ കസ്റ്റഡിയിൽ വയ്ക്കാനും വനം വകുപ്പിന് അധികാരം നൽകുന്ന വന നിയമ ഭേദഗതി നിർദ്ദേശം നിയമവാഴ്ച ആഗ്രഹിക്കുന്ന ഭരണകൂടത്തിന് ഭൂഷണമല്ല. അടിയന്തരാവസ്ഥയിൽ പ്രയോഗിച്ച കരിനിയമങ്ങളെ വെല്ലുന്ന കിരാത നിയമമാണിതെന്നും ഇത് കണ്ടില്ലെന്ന് വകുപ്പ് മന്ത്രി നടിക്കരുത് എന്നും യോഗം ആവശ്യപ്പെട്ടു. ബിജു പുതുക്കള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോയി കൊന്നക്കൽ ഉദ്ഘാടനം ചെയ്തു. സജി കുറ്റ്യാനിമറ്റം മുഖ്യ പ്രഭാഷണം നടത്തി. മുതിർന്ന പാർട്ടി പ്രവർത്തകരായ ജോസഫ് ഇലവുങ്കൽ, തോമസ് ചുക്കനാനി എന്നിവരെ ജോസ് ചെമ്പേരി ഷാൾ അണിയിച്ച് ആദരിച്ചു. ശ്രീകണ്ഠപുരം കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച പി രാഘവന് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ജോയി കൊന്നക്കൽ കേരള കോൺഗ്രസ് എം അംഗത്വം നൽകി. KT സുരേഷ് കുമാർ, CJ ജോൺ, ബിനു ഇലവുങ്കൽ, സിബി പന്തപ്പാട്ട്, ഏലമ്മ ജോസഫ്, നോബിൻസ് ചെരിപ്പുറം, സണ്ണി മുക്കുഴി, TN ആന്റണി, ജിനോ പാറേമാക്കൽ, ജോളി പുതുശ്ശേരി, ഇമ്മാനുവൽ ഉളിക്കൽ, ജെയിംസ് മാനുവൽ, VP സെബാസ്റ്റ്യൻ, ഷാജി കുറ്റിയാത്ത്, ജെയിംസ് ചിറമാട്ടേൽ, അലക്സാണ്ടർ ഇല്ലിക്കുന്നമ്പുറം എന്നിവർ പ്രസംഗിച്ചു.